നമുക്ക് ഇനി പോകേണ്ടത് മറ്റു ചില കാഴ്ചകളിലേക്കാണ്. വലിയ പ്രതിഷേധത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ ചിന്നക്കനാലിൽ അവരെത്തി. സ്പെഷ്യൽ RRT സംഘം 24 മണിക്കൂറും കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിന് ഡ്രോൺ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് RRT സംഘം പ്രവർത്തിക്കുന്നത്. ചിന്നക്കനാലിനൊപ്പം സമീപ പഞ്ചായത്തുകളിലും RRT സംഘത്തിന്റെ സേവനം ഉറപ്പാക്കുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുന്ന ചിന്നക്കനാലിൽ ഒരു സ്പെഷ്യൽ RRT സ്ഥിരമായി വേണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നതാണ്. ആ ആവശ്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ RRT ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ റേഞ്ച് ഓഫീസർ നമ്മളോടൊപ്പമുണ്ട്. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവർക്ക് നൽകിയിരിക്കുന്നത്? നിലവിലെ ചിന്നക്കനാൽ RRT കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വർക്ക് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു ചിന്നക്കനാൽ സെക്ഷൻ്റെ കീഴിലായിരുന്നു. അപ്പം നമ്മളതിനെ മാറ്റി പുതിയ CCFൻ്റെ ഉത്തരവ് പ്രകാരം അത് ദേവികുളം റേഞ്ചിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്വതന്ത്ര യൂണിറ്റായിട്ട് മാറ്റിയിട്ട് ഈ ലാൻഡ്സ്കേപ്പ് ചിന്നക്കനാൽ ലാൻഡ്സ്കേപ്പ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളൊന്ന് റീസ്ട്രക്ചർ ചെയ്തതാണ്. ഇപ്പോൾ എന്തായിരിക്കും ഇവരുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം? 24 മണിക്കൂർ, അതായത് ഒരു 19 ആനകളുണ്ട് ഈ ലാൻഡ്സ്കേപ്പിനകത്ത്. അപ്പം ചക്കകൊമ്പൻ ഉൾപ്പെടെയുള്ള ചക്കകൊമ്പൻ മുറിവാലിനുള്ള 2 കൊമ്പന്മാരുൾപ്പെടെയുള്ള 19 ആനകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 3-4 ഗ്രൂപ്പുകളായിട്ട് പല സ്ഥലങ്ങളിലാണ് ഉണ്ടാകും. അപ്പം ചിന്നക്കനാൽ എന്നൊരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യനും മൃഗങ്ങളും മറ്റു സ്ഥലങ്ങളിലൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് മനുഷ്യനും മൃഗങ്ങളും ഒരുമിച്ച് ഈ ലാൻഡ്സ്കേപ്പിൽ നാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവരാണ്. അപ്പം ഈ 4 ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ 19 ആനകൾ എപ്പോഴും മനുഷ്യരുടെ കയ്യിലുള്ളപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കഴിയുന്നതും എത്രയും പെട്ടെന്ന് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതുമൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. ആളുകളുടെ ഒരു സേവനം കൂടി ഈ കാര്യത്തിൽ ഉറപ്പാക്കിയായിരിക്കുമോ? തീർച്ചയായും. ഞാൻ പറഞ്ഞില്ല, ഇത് മറ്റു സ്ഥലങ്ങളെ പോലല്ല. ഈ ആനകളും ഈ ആൾക്കാരും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി അവർ നല്ലപോലെ സഹകരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പം അവരായിരിക്കും നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. നമുക്ക് പല വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ. ഇപ്പോൾ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടി നമ്മളവരുടെ ലൊക്കേഷൻ, ഇപ്പം നമ്മുടെ രാത്രിയിൽ ചിലപ്പം ഒരു സ്ഥലത്തു നിന്ന് മാറി പുതിയ സ്ഥലത്തേക്ക് എന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവരായിരിക്കും ആദ്യം നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. 24 മണിക്കൂറായിരിക്കും നിരീക്ഷണം. 24 മണിക്കൂറും നിരീക്ഷിക്കാനാണ്. ഓൾറെഡി നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ലാൻഡ്സ്കേപ്പ് കൂടെ ഈ ബോഡിമെറ്റിൻ്റെ ഏരിയയും കൂടെ ഇതിനകത്ത് ചേർത്ത് ഈ ഒരു ഏരിയ മൊത്തം ഇനി ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കും നോക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് മുമ്പൊക്കെ RRT ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് വേണ്ട സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയായിരിക്കുമല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്യുക. സംവിധാനങ്ങൾ നമ്മൾ ലഭ്യമാക്കിക്കൊണ്ട് വരുന്നു. ഇപ്പം ഡ്രോൺ ഉൾപ്പെടെയുള്ളവ നമുക്കിപ്പം ഇഷ്യൂ ചെയ്ത് തന്നിട്ടുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾക്കായിട്ട് നമ്മളിപ്പം വാങ്ങുന്ന നടപടികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ലഭ്യമായ സാധനവും സംവിധാനം വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു വിഷയത്തെ ഏറെക്കുറെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം. ഇപ്പം ഇത് ഒരിക്കലും ഈ മനുഷ്യവന്യജീവ സംഘർഷം ഒന്നും പെട്ടെന്ന്, പ്രത്യേകിച്ച് ചിന്നക്കനാൽ പോലുള്ള മേഖലകളിൽ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഈ കോൺഫ്ലിക്റ്റ് ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഈ രീതിയിൽ തന്നെ 2 ഭാഗത്തും മനുഷ്യരും അതുപോലെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. അത് തിരിച്ച് കാട്ടാനകളും തിരിച്ചുള്ള ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തീരത്തില്ല. ഈ നമ്മൾ ഇടപെട്ടിട്ട് ആ പ്രശ്നങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്തായാലും അത്തരത്തിലാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധി. മനുഷ്യ വന്യജീവി സംഘർഷം, പ്രത്യേകിച്ച് കാട്ടാന മൂലമുണ്ടാകുന്ന വലിയ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുക, ഇല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതിന് 24 മണിക്കൂറും സേവനം ഉറപ്പാക്കുക എന്നുള്ളതാണ് RRT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞുവെന്നും വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.